ഞാൻ സിറ്റി കയറി, ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകാം. സർലയുടെ ബോയ്ഫ്രണ്ട് നിങ്ങൾ നല്ലൊരു ജോഡി. ഞാനൊരു കാര്യം പറയട്ടെ, ടിവിയിൽ ഒരു പെങ്കൊച്ചിനെ അങ്ങ് റിക്രൂട്ട് ചെയ്യട്ടെ, ഒരു പെങ്കൊച്ചിനെ റിക്രൂട്ട് ചെയ്യട്ടെ. എനിക്ക് ആ ഒരേ സ്വരത്തില് നോ കാണാൻ വേണ്ടി ഒരു കൊതിയിൽ പറഞ്ഞതാ. നെവർ എവർ. ഓടാ, നമ്മുടെ ഗ്യാങ്ങിൽ ഒരു റൂൾ ഉള്ളതാ, മനസ്സിലായ? അത് നമ്മൾ അങ്ങനെ ഗിവ് ചെയ്ത് പോകത്തേ ഉള്ളൂ. നോ 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 നോ, അത്രേ ഉള്ളൂ. പിന്നല്ലാതെ അതിന്റെ ഇടയ്ക്ക് കൂടി യക്ഷി അത് കണ്ണാപ്പി പോയി ആരവാണ് ചുറ്റി കയറാതിരുന്ന്. അങ്ങനെ ചെയ്താൽ ജോക്കി ആക്റ്റീവ് ആവും. എന്താടാ, എന്തിനു പുറത്ത് കണ്ട ടിവിയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ് കണ്ട. കണ്ടോ നമ്മളാ വീസിൽ ഇരുന്നില്ല, കണ്ട ആരും വന്നിട്ടേ ഇല്ല. അവിടെ അതിന് ഹലോ ഹലോ ഹാസണ, പറഞ്ഞോ. സുഖല്ലേ ഹാസണ? ഓ സുഖം സുഖം സുഖം. ബ്രോയ്ക്ക് സുഖാണോ? സുഖം സുഖം. കൊറേ നാളെയല്ലേ കണ്ടിട്ട്. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട്. എന്റെ പേരെന്തായിരുന്നു, അവരോട് പേരെന്തായിരുന്നു? എന്റെ പേര് തുമ്പി. തുമ്പി. എന്താ ബ്രോ കേട്ടില്ല? എന്റെ പേര് പരന്തു വാസു. ബ്രോയുടെ പേരെന്താ? ജെ ജെ. ഓ സിറ്റിസൺ ആണോ? ഒത്തിരി നാളായി സിറ്റി വന്നിട്ട്. ശബ്ദം കുറവാട്ടോ സഹോദര, കേൾക്കുന്നില്ല. 2 മാസം. 2 മാസം. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. സുഖം 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 സുഖം. ഓ ഫുഡ് കഴിച്ചു. എന്താ ഭയങ്കര സ്നേഹം, നിന്നെ കല്യാണം കഴിക്കാനോ? എന്തോ നമ്പർ നമ്പർ 3333 കിട്ടിയോ? എന്റെ ഫോണേ ഓഫറാണല്ലേ? നമ്പർ കിട്ടിയാ ഹാസണ? എന്തോ നമ്പർ കിട്ടിയാ? എന്താ പെമ്പിള്ളേരുടെ അടുത്തൊക്കെ ഒരു സംസാരം? ഇത് നമ്മുടെ ചേച്ചിയാണോ? ആരുടെ ചേച്ചിയാണോ? അവൾ വലിയ തെരില്ല ചൊല്ലി കൊടുത്തിട്ടുണ്ട. അവനൊന്നുമല്ല. നിങ്ങളെ കണ്ടിട്ട് കുറെ ആയല്ലോ. ഇന്നലെ കൂടെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇവിടെ സിറ്റുവേഷനില്. ഞാൻ കാര്യം പറയട്ടെ ചന്ദ്ര, ഞാന് ഷെയ്ഖിനെ വിളിച്ചിട്ട് എപ്പോ ആരാ വിളിച്ചേ? അത് റിംഗ് ടോൺ ആണ്. ഇല്ല ഹാസണ, ഞാൻ വിളിച്ച മിസ് കോൾ അടിച്ച. ഓ ഓക്കെ ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്തു. നമ്പർ ചെവി നീ ഫോൺ അത് ഞാൻ പറഞ്ഞത് എന്താണ്, ഒന്നുകൂടെ എടുത്തിട്ട് റീലോഡ് സ്കിൻ അടിച്ചു നോക്കിയേ. ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടി. ഓ ഇവന്റെ കോള് കട്ടായിട്ടില്ല. നമ്പർ 3333. കിടിലാണ് എന്റെ കുറച്ച് മറ്റേ എന്റെ അവിടെ റിംഗ് ടോൺ. ഓ എന്താ ഷേക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞ? ഷേക്ക് വിളിച്ചിട്ട് പറഞ്ഞ എപ്പോ വരണമെന്ന് ചോദിച്ചപ്പോ പറയാ 12 മണിയാകുമ്പോഴൊന്നും. അപ്പൊ നാളെ ഉള്ളൂ. 10 മണിയായിട്ടുള്ളൂ. 10:40. എത്ര നേരം? വാ ചന്ദ്ര, എനിക്ക് ഐഡിയ ഉണ്ട്, വാ. വാ 12 മണി എന്നൊക്കെ പറഞ്ഞ നമ്മള് എത്ര നേരം എന്ത് ഒരു വള്ളി തീരില്ല. ഹലോ ഞാനിപ്പോ വിളിച്ച കിട്ടുന്ന വിളിച്ച. ഓക്കെ നേരത്തെ സെറ്റ് ചെയ്യാൻ പറയാ. മറ്റേ എന്നോട് ഞാൻ വിളിച്ചപ്പോ മറ്റേ തൊപ്പിക്കാരൻ വരാൻ 12 മണിയാവുന്നാണ് പറഞ്ഞത്. ആണോ? അമ്മ 12 മണിക്ക് തുറന്ന പരിപാടി തീരെ എത്ര സമയം എടുക്കുന്നുണ്ടറിയാവോ? അതെ, നേരത്തെ തുടങ്ങാൻ പറ അവരോട്. സത്യം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് പറയാനാ? നമുക്ക് ഇതിപ്പം കുറെ പേര് വരുന്നതാണ്. നമുക്ക് കോർഡിനേഷൻ ഒക്കെ സെറ്റ് ആക്കണം കേട്ടോ. എന്ത് കോർഡിനേഷൻ? നമ്മളാണ് ഇനാഗ്രേഷൻ ചെയ്യാൻ പോണത്. അല്ല
നടന്നു വരുന്ന ആ ഒരു ഇതൊക്കെ ഒരു അടക്കോതുക്കൊക്കെ വേണമല്ലോ. ചന്ദ്ര നമുക്കൊരു റോബറി അടിച്ചാലോ? ആ റോബർ അടിക്കും. ഞാൻ ഞാൻ ബുക്ക് ചെയ്യാൻ പോണേ. എന്ത് റോബറി എന്നാ പണ്ടത്തെ പോലെ ഒന്നല്ല. അണ്ണാ ഇത് പണ്ടത്തെ പോലെ ഒന്നല്ല. നമ്മള് ടാബ് എടുക്കണം. ടാബില് റോബറി നമ്മള് ഇത് ചെയ്യണം, ലോക്കിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സാധനം പിന്നല്ലാണ്ട് ഞാൻ അണ്ണനൊരു ടാബ് തരാം. ഐ ഡി പറ. 282. അത് ആ ടാബ് തുറന്നേ. ആ ടാബ് തുറന്നിട്ട് അണ്ണനിപ്പം അതിലെ മെയിൻ ബാങ്ക് ഒക്കെ അടിക്കണമെങ്കിൽ നമ്മൾ അതില് ടോപ്പ് XP ആയാലും മെയിൻ ബാങ്ക് അടിക്കാൻ പറ്റും. ഹൈസ്റ്റ് കോൺട്രാക്ട് അണ്ണോട്ട് അപ്ഡേറ്റ് അല്ലട്ടോ. അൺഅവൈലബിളോ? എല്ലാം അണ്ണ കാരണം എല്ലാരും ബുക്ക് ചെയ്ത് ഇനിയിപ്പോ ബുക്ക് ചെയ്ത് ആരുണ്ട്? അതിലെ പെരിയ കള്ളന്മാരുണ്ട് ലീഡർ ബേഡ് നോക്കിയത്. ഇതില് XP കൂടുന്നതിനനുസരിച്ചിട്ടാണ് വലിയ റോബറി അടിക്കാൻ പറ്റണം. XP കൂടുന്നതനുസരിച്ച്. ലൂക്ക സിറ്റിയിലെ പ്രമുഖ കള്ളൻ ലൂക്ക ജൂനിയർ. ബഷീറിന്റെ മോൻ പെരുങ്കള്ളൻ. കള്ളൻ ആ ലിസ്റ്റില് വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടാ. ഈ ലിസ്റ്റില് നമുക്ക് ഭാഗ്യ ടിവിയിൽ ആരും ഇല്ലല്ലേ ഈ ലിസ്റ്റില്. അതില് പെണ്ണ് പിടിക്കുന്ന ലിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതില് ഫസ്റ്റ് കടന്നേനെ ഇവിടത്തെ കുണ്ടച്ചികളെല്ലാം. 57 മിനിറ്റ് കഴിയണ ഒരു 57 മിനിറ്റ് ചെയ്യണ ഒരു ഇത് തീരാൻ. അണ്ണ അല്ല അത് തീരാ. പക്ഷെ ഉണ്ടല്ലോ അണ്ണാ ഇതിപ്പം അതിൽ XP എത്രയാണ്? എന്റെ മോൾ XP ലെഫ്റ്റ് ടോപ്പ് XP 0. അത് 1000 ആക്കണം എന്നാലേ നമുക്ക് മെയിൻ ബാഗ് ഒക്കെ അടിക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോ ഇപ്പൊ എന്റേത് 1000 എന്ന് വിചാരിച്ചോ, എന്റെ 1000 XP വിചാരിച്ചോ, എനിക്ക് അണ്ണനെ ആഡ് ചെയ്യാൻ പറ്റും അതില്. ഇൻവൈറ്റഡാ ആണല്ലേ? ഇപ്പൊ ഞാൻ അണ്ണനും കൂടി റോബറിക്ക് പോണെങ്കിലേ അണ്ണന്റെ ടാബ് പോണം, എന്റെ ടാബ് പോണം. ഞാൻ അണ്ണന് റിക്വസ്റ്റ് അയക്കണം, എന്നിട്ട് അതിൽ ആഡ് ചെയ്യും. അണ്ണൻ അതിൽ ടിക്ക് കൊടുത്ത് അപ്പൊ ആഡാവും. പിന്നെ നേരെ പോയി അടിക്കുക. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. എന്നാ ഇതൊന്നും എനിക്ക് ഇല്ലടാ നിന്നെ കുറ്റം പറയുന്ന സാധനം ഇല്ലാന്ന് പറഞ്ഞേ. എന്നാ ഒരു സെക്കൻഡ് ആ സാധനം തന്നാണ് തിരിച്ചു. എന്തോ ടേബിള് വേണമെന്ന് പറഞ്ഞു. പെരിയ കൊള്ള ഐഡിയ എത്ര? അമ്മ നേരെ തന്നാ. അങ്ങനെ ഐഡിയ ഒന്നും ഇല്ല, നേരെ തന്നാ പേര് മാറ്റി കൊടുക്കേണ്ട ടൈം. ടേബിൾ വേണോ ചന്ദ്ര? എനിക്ക് 315 എണ്ണ. ഒരു മിനിറ്റ്, 500 കഴിഞ്ഞാൽ ഫ്രീ കേക്ക് അടിക്കാം. ഞാൻ ഈ വെള്ളത്തിൽ കൊണ്ട് കുറച്ച് താക്കോല് കളഞ്ഞോട്ടെ. 5 വർഷം ഇത് വന്നിട്ട് 2 മാസം ആണടാ. ഞാൻ ഇൻവെന്ററി ഒന്ന് ഇത് ചെയ്തോട്ടെ. ആരോ പെണ്ണ് കിട്ടിയ സാധനം ഇതെല്ലാം ഞാൻ കണ്ടിന്യൂ വിഷമിച്ചിരിക്കാം. ഡ്രോപ്പ് ജെറിക്കാൻ ഡ്രോപ്പ്. ഈ താക്കോലൊക്കെ വീണ്ടും കിട്ടൂലേ? ഈ താക്കോലെല്ലാം ഡ്രോപ്പ് ചെയ്താ വണ്ടി കിട്ടാതിരിക്കുവോ? കിട്ടും. ക്ലാസ്സാ ഇത്? ആർക്ക്? പവർ ബാങ്ക്. ഇതൊന്ന് കൊറേ ദിവസമായി ഞാൻ ഡ്രോപ്പ്. കോപ്പി സീരിയൽ നമ്പറാ. ഇതൊക്കെ എന്താണ് ഈ ബ്ലൂ സോറ്? ഡ്രോപ്പ് റമ്മ്. ഇതൊക്കെ നമുക്ക് സാബ്ഗുരു തന്ന സാധനങ്ങളല്ലേ ഇതെല്ലാം? ഇതിവിടെ ഇരിക്കട്ടെ, എപ്പോഴും എനിക്ക് കാണാം. ഡ്രോപ്പ് என்ன சார் பண்றீங்க? தியானமானோ? അല്ല ദാനമല്ല, ഞാൻ എന്റെ ഇൻവെന്ററി ക്ലിയർ ചെയ്യണം കോച്ച്. அது வேற மாதிரி இருக்கு. நான் சொல்றது இந்த இன்வென்டரி கிளியர். കടൽക്കുള്ള പോയി ചൂടുണ്ടോടാ? ഈ ഭാഗത്ത് മാത്രം ചൂടുണ്ടോളിയാ? മാറ ചൂടുണ്ടോ? പരിപാടി ഉണ്ടോ ശരിക്കും? മറ്റേ എല്ലാരും കടലിൽ ഡ്രസ് 1 കിലോ ഇറച്ചി കഷ്ണം. എന്റെ ഇറ്റാലിയൻ
ഇതൊക്കെ വർക്കാവുന്ന സാധനമാണ്. ഇതൊക്കെ കുടിച്ചാൽ എന്തെങ്കിലും പറ്റുമോ? ഇത് കുടിച്ചാൽ അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും കൂടുവോ? അയ്യോ, ചെമ്പാഗ്നി ചെമ്പാഗ്നി ചെമ്പാഗ്നി. എന്റെ അമ്മോ, ഇന്നാണ് എന്റെ ഇൻവെന്ററി ഒന്ന് നീറ്റ് ആയത്. 3 എണ്ണം അടിക്കണം. 3 എണ്ണം അടിച്ചാ ഫ്ലാറ്റ്. പിന്നെ നോക്കട്ടെ, 3 എണ്ണം അടിച്ചു നോക്കട്ടെ. ബ്ലൂസ് ഓർ ബ്ലൂസ്. നോക്കട്ടെ, 1 2 എന്താ ഓടിക്കുന്നേ? ഒരു മിനിറ്റാ 3. എന്റെ ഫോണില്ലടാ, ചാർജിന് ഇട്ട് അതിന്റെ ഓഫ് അണ്ണാ എന്ത് പറ്റി? ഒന്നുമില്ല, ഓക്കെ. എന്തോ പറ്റി വൈകുന്നേരം. ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. ചന്ദ്രു കാണാൻ പോയി. അണ്ണ എന്ത് പറ്റി? സാബുവിന്റെ ഒരു സാധനം അടിച്ചു നോക്കിയതാ. സാബുന്റെ സാധനം അടിച്ചാ? ഞാൻ തരാം. അണ്ണാ എന്റെ സാധനം കണ്ട? ഇത് സാബുന്റെ. സോറി ഞാൻ കത്തിച്ചപ്പോ അത് 3 എണ്ണം കൂടി. ആ ഇല്ല ഓക്കെ അണ്ണാ ഇതുണ്ടാ? ഇത് എന്റെ മാത്രമല്ല, എക്സ്ക്ലൂസീവ് സാറാ. ഇതണ്ടാ സാബുവിന്റെ അടിച്ചു പറ്റിയത്. ഇതെല്ലാം എന്റെ ഉണ്ട്. സാബുവിന്റെ വെള്ളമുള്ള എല്ലാം എന്റെ ഉണ്ട്. ഇതാരാ? ഹലോ ഹലോ. അയ്യോ സോറി ഇല്ലല്ല, വിഷയം കുഴപ്പമില്ല, അറിയാതല്ലേ. സോറി ചേട്ടാ. നീ അടങ്ങിയിടാ. സോറി നോ No consignment is scheduled do not trigger any major robberies or situation with PD. കണ്ട, റോബറി അടിക്കരുത് എന്നപ്പം. റോബറി അടിക്കാൻ പറ്റില്ല. നമുക്ക് പോയിട്ട് ഇപ്പം ഷെയ്ക്കിന്റെ ഇതങ്ങ് ഉദ്ഘാടനം ചെയ്യാം. അവരുടെ പരിപാടി തെറ്റിയെന്ന് വെച്ചിട്ട് നമ്മുടെ സമയത്ത് ഉദ്ഘാടനം ചെയ്യാന്നോ? അല്ലെങ്കിൽ അണ്ണാ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ കാര്യം പറയട്ടാ, എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തോ ആള് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന്. നിന്റെ ഈ പ്രതീക്ഷയാണ് നിന്നെ തളർത്തുന്നത്. ഇതെന്തോ എനിക്ക് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതൊക്കെ ഗസ് ചെയ്യില്ല. സർപ്രൈസ് എന്നെ ആർക്കും സർപ്രൈസ് ചെയ്യാൻ പറ്റൂല. പുള്ളി കാര്യമായിട്ട് എന്തോ എനിക്ക് എന്നെ ഞെട്ടിക്കാൻ എന്തോ വെച്ചിട്ടുണ്ട് സംഭവം. ഇന്ന് അണ്ണ നോക്കിയോ? അല്ലെങ്കിൽ ഇവന്റെ ലുക്ക് നോക്കണ്ണ. ആരുണ്ട് ഇവൻ? ആര്? ഈ പയ്യൻ വാസനെ കുളിച്ച് കയറിയേട്ടാ. അണ്ണാ അതെ അണ്ണനാന്നോർത്ത് ഇവന്റെ അടുത്താ പോയി മിണ്ടിയത്. അണ്ണാ എന്തൊക്കെയുണ്ട് വിശേഷം? നീ സുന്ദരനെ ഉണ്ടല്ലോടാ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇതല്ല അണ്ണൻ, അതാ എന്താ പേരെന്താ? എന്റെ പേര് മുത്തു. മുത്തു ഓക്കെ ഓക്കെ. മലയ്ക്ക് ഇറങ്ങിയത്. ചന്ദ്രൻ വന്നേ. ചന്ദ്ര അമ്മ ഇതാരെന്നറിയോ? അതാണ് ലൂക്ക ജെയർ. മലയ്ക്ക് കിടന്നു. മറ്റേ ഫസ്റ്റ് ലീഡർ ബോൾ ഫസ്റ്റ് ഉള്ളവൻ. ഇതവൻ അതാണ് പറഞ്ഞ പഠിച്ച ശബരിമലയ്ക്ക് പോണത്. ഓ ലൂക്ക ജെയർ ശബരിമലയ്ക്ക് പോണത്. നമ്മളെക്കാട്ടെ വലിയ കള്ളന്മാരുള്ള സിറ്റിയാണ് ഇത്. 600 പേരെന്ന് പറയാൻ ആലോചിച്ച് നോക്കി എന്തൊക്കെ തെണ്ടിത്തരം അവര് കാണിക്കണം. കൊച്ചു സിറ്റി കിടന്നു 100 പേരുണ്ടപ്പോഴത്തേക്ക് സിറ്റി ഞെരുങ്ങി നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനേ ക്രിസ്ത്യാനോ മാറി മെസ്സി ഫാനായി. ടാറ്റോ അടിക്കാം. അണ്ണാ ചുമ്മാ ഇവിടെ കൊറേ പുണ്ടച്ചോമാരുടെ പടി ഉണ്ടാക്കും. ഇവിടെ കിടന്നു ഇൻവേർട്ടർ നിങ്ങളടുത്ത് സംസാരിക്കാൻ കുറെ നേരമായിട്ട് നടക്കുന്നുണ്ട്. ഇൻവെർട്ടറാ? ഇൻവേർട്ടറോ? കുത്തിയിട്ടാ ഞാൻ ചാർജ് കയറുമോ? ഇൻവേർട്ടർ എന്നാ സംസാരിച്ചോ? ഇവന് കുറെ നേരമായല്ലോ സംസാരിക്കാൻ മുട്ടി നടക്കാം. ബ്രോ ചാർജ് ചെയ്യട്ടെ? ഹലോ ഹലോ. ചാർജർ എന്റെ പേര് ദുന്നൻ.
ആ ആ. പറഞ്ഞോ. നമ്മുടെ കുറേ സിസ്റ്റർമാരെ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? ആ. ഇല്ലല്ല. അതിന് സുഖാണോ? എനിക്ക് സുഖമാണ്. ഫുഡൊക്കെ കഴിച്ചല്ലേ? ഓ ഞാൻ ഫുഡ് കഴിച്ചു. ബ്രോ ഫുഡ് കഴിച്ചോ? കഴിച്ചു. പരിപാടിക്ക് പോണില്ലേ? പരിപാടി ഇപ്പോഴല്ല, 12 മണിക്കാണ് പരിപാടി. ഓഹോ, 12 മണിയാവോ? അതെ അതെ. അവന് എന്നെ പോലെ വല്ലികരി സംസാരിക്കാൻ അറിയത്തില്ല. ആ എന്തായാലും നന്നായി. കുറച്ചെങ്കിലും നല്ല ആൾക്കാർ വേണ്ട സിറ്റിയില്. ഹലോ, ബാബുവിന്റെ അനിയൻ. പറ എന്താ കാണണമെന്ന് പറഞ്ഞ എന്തിനാ? കാണുന്നൊന്നുമില്ല, ഞാൻ ഡീറ്റെയിൽ വന്നിട്ട് പുള്ളിനെ കാണാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ വരുമ്പോ പുള്ളിനെ ബംഗാളി പോവും. അവൻ കാണാതിരിക്കണാണ് നല്ലത്. അവൻ പിന്നെ പിന്നെ നീ ഡ്രസ് ഇട്ട് കളിക്കല്ലോ സിറ്റിയില്. ബാബു ഇവിടെ ഇല്ല ആക്ച്വലി. ഹലോ, അവന് ഭയങ്കര ഈഗോ ഉണ്ട്. അവൻ അനിയൻ ആരില്ലെന്നാണ് അവൻ പറയണേ. അവൻ ഒറ്റ മോന്നാണ് പറയണത്. അവൻ എല്ലാവരും പറഞ്ഞു നടക്കണം. അവൻ പുള്ളിക്കറിയിട്ടില്ല. ഹലോ, ഇങ്ങോട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. മീനുട്ടി, മീനുട്ടി, ഇന്നലെ നമ്മള് 2 പെമ്പിള്ളാരെ കണ്ട്. ഒന്ന് ദർശന, 2 അയ്യോ അതിന്റെ പേരെന്തുവായിരുന്നു? ഒരു മിനിറ്റ് സഹോദര, ഒരു മിനിറ്റ്, ഞങ്ങൾ കാര്യം പേഴ്സണലി സംസാരിച്ചോണ്ടിരിക്കുക. മീനുട്ടി എടാ, ഓ എടാ മറ്റേ കൊച്ചിന്റെ പേരെന്തായിരുന്നാ? മറ്റേത് ചേട്ടാ പേരെന്തായിരുന്നു? ഒരു മിനിറ്റ് ഇപ്പൊ വരാം. റാഷയായിരുന്നു അത്. ദർശന റാഷയാണ്. റാഷല്ല. ഒന്ന് ദർശന, 2 BV പാത്തു. ഇവര് 2 പേരും സിംഗിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ മീനൂട്ടിയുടെ അഭിപ്രായം എന്താ? ദർശനെ കണ്ടിട്ടില്ലേ? ദർശനയോ? പക്ഷെ കൊള്ളാം, നല്ല കുട്ടിയാ. നല്ല കുട്ടിയാ. ഞാൻ ദർശനം കാണുമ്പോ ഞാൻ എന്തായാലും മീനുട്ടിയെ പരിചയപ്പെടുത്തി തരാം. പക്ഷെ സിംഗിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അറിയത്തില്ല റിലേഷൻഷിപ്പ് ഉണ്ടോന്ന്. ഒന്ന് എന്തായാലും മീനുട്ടി ഒന്ന് അന്വേഷിക്കുക കേട്ടോ. ആ തിരക്കിയിട്ട് എന്തായാലും ഒന്ന് പറയണേ എന്നോട്. ഓക്കെ ഞാൻ പറ. അയ്യോ കണ്ടില്ലല്ലോ, 10:53 മെസ്സേജ് വന്നായിരുന്നല്ലേ. ഞാൻ കഴിച്ചു. അയ്യോ 2 മെസ്സേജ് ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പോഴാ കണ്ടത്. അയ്യോ ഒരു മിനിറ്റ്. ഹലോ, ഞാനാ സാഹിബേ. ഇന്ന് സിറ്റിയില് വല്ല പരിപാടി ഉണ്ടെന്ന്. പിന്നെ ഇന്നല്ലേ പരിപാടി? മറ്റേ കൊണം പറഞ്ഞ മറ്റേ ടോക്കിയോ ഇവിടെ ഇരിക്കണ്ട, എടുത്ത് ഭിത്തിയിലിരുത്തട്ടാ. ആര്? മറ്റേ ടോക്കിയോ ഇല്ലേ, ടോക്കിയോ കുണ്ണിന്റെ ഗ്യാങ് എടുത്ത് ഭിത്തിയിലിരുത്തട്ടെ. എപ്പോഴാ ഇവന്റ്? എവിടെന്ന് പറ, ഞങ്ങളങ്ങോട്ട് വരാം. നമ്മുടെ തീരത്തിന്റെ കൂടെ ഇരിക്കണോ, അവര് ഫുഡ് കൂടെ ഉണ്ട്. വലിയ ഭയങ്കര ഇടുന്ന സംസാരമൊക്കെ എടുത്ത് അടി കൊണ്ടിട്ട് വരുമെന്ന് പറയട്ടെ. ഞങ്ങളങ്ങോട്ട് വരുന്നു. എടാ ഗ്യാങ് വണ്ടി എടുത്തിട്ട് വരുവാ. ഗ്യാങ് വണ്ടി എനിക്ക് പറക്കാൻ എണീക്കാൻ പറ്റുന്നില്ല. മീനുട്ടി, ഞങ്ങൾക്കൊരു ചെറിയ പരിപാടി ഉണ്ട്, അവിടെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ. ചന്ദ്ര
അണ്ണൻ കയറില്ലേ? ഇത് ദർശനയാണോ? അല്ല 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 ഗുരുവിയാണല്ലേ? സോറി ഗുരുവി, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഗുരുവി. ഓ സുഖാണ് ഗുരുവി, സുഖല്ലേ? ഓക്കെ ഗുരുവി, ഒരു ചെറിയ പരിപാടിക്ക് പോണം, പോയിട്ട് വരാവേ. ചോദിക്കരുത്, ഒരു കുപ്പി എനിക്ക് തരും. നാരദാണോ അത്? മതിയായില്ലല്ലോ, എത്ര കുട്ടികളെ പഠിക്കരുത്. പിന്നെ എന്തിനാണ് ഈ ഒട്ടി ഒട്ടി നടക്കണത്? ഇറങ്ങി അതെ മോളെ, ഞങ്ങളും ചവിട്ടാവോ മോളെ? ആ ഓക്കെ. ചെറിയൊരു പരിപാടി ഉണ്ട്, പോയിട്ട് വരാവേ. എടാ എല്ലാരും ഗ്യാങ് വണ്ടി ഗ്യാങ് ഡ്രസ് ഗ്യാങ് വണ്ടി ലോക്കല്ല ഇത്, ഇറങ്ങാൻ ചവിട്ടില്ല, ചവിട്ടി. നാരദ ഹെൽത്ത് മീനൂട്ടിയാണ് ദർശനം. അയ്യോ മീനൂട്ടി ലെഫ്റ്റും റൈറ്റും കീ മൗസില് അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നടാ. എക്സ് ഹോൾഡ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാം, അത് ഫുൾ പ്രാക്ടീസ് ചെയ്യും. എക്സ് ഹോൾഡ്, ഇത് ലെഫ്റ്റ് 1 2 3 4 5. ഞാൻ പ്രാക്ടീസ്. ഇനി റൈറ്റ് 1 2 3 4 5 1 2 3. ഇനി അണ്ണാ വണ്ടി മൂവിങ് തന്നെ ആയിരിക്കണം. ഈ ബസ് ഒന്ന് മെല്ലെ അടുത്തോട്ടുണ്ടോ? അടുത്തോണ്ടാണ് തട്ട് കൊണ്ടോളാം. ഹലോ എങ്ങോട്ടാ വരണ്ടേ? എടാ ഗ്യാങ് വണ്ടി എടുത്തിട്ടേ ടിഡിഎമ്മിന്റെ അടുത്ത് പോണം. എന്തിനാ അടിയാ അവിടെ? അവിടെ അടി. ആര് പ്രശ്നം? സിറ്റുവേഷൻ ആയ അതിന്റെ ഇടയ്ക്ക് എനിക്കറിഞ്ഞോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ. എന്തൊക്കെയാണല്ലേ EMS ചവിട്ടിയ വേണമെന്ന് പറയണേ. ഞാൻ എത്ര ചവിട്ടി ചെയ്തല്ലേ? അളിയാതി നീ ഈ സൈഡ് വാക്ക് റോഡിന് നിന്നിടാ, ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടോ. നോക്കണം. അണ്ണ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, എന്നെ മുമ്പ് നമ്മള് അണ്ണ എവിടെ കൊണ്ട് ഇടിച്ച് പറിച്ചേ. നമുക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റില്ലേ? ഇല്ല അണ്ണ ഇടിച്ച് മാറി. ഇവനടി അണ്ണ ഇടിച്ച് മാറി, വണ്ടി ഇടിച്ച് മാറി. ഈ വണ്ടിന്ന് ഇറങ്ങാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് മലയാളമല്ല ഞാൻ പറഞ്ഞേ. അണ്ണ കൺട്രോൾ എടുത്ത് ഫ്രണ്ട് പോക്ക് വണ്ടിയിലെ. മുമ്പി പിള്ളേരെടുത്തിട്ട് ടോക്കി അടിച്ചോ. ഞങ്ങൾ താലികൾ വിടല്ലേ, വലിയ മുടയാണോ അമ്മായി? ടോക്കിയോടെ സിറ്റുവേഷനാ. എടാ ഞങ്ങൾ കൊരുത്തേ, ഗ്യാങ്സ് കൊരുത്തേ, ആരും വരണേ. ചന്ദ്ര പുറകിലോട് ഇതാണ് ഞാൻ പറഞ്ഞ പരിപാടി. ചന്ദ്ര കേറ്. അണ്ണാ ഞാൻ ഇതൊന്നും എടുത്തിട്ടോട്ടെ, ഷീൽഡ് ആർമറുണ്ടാ? പിന്നെ എന്റെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ ഇതൊക്കെ എപ്പോഴും എടുത്ത് വെക്കൂടാ. എന്നാ വണ്ടിക്കകത്ത് ഡ്രോപ്പ് ചെയ്ത് ഒരു 10 എനിക്കുള്ളത് മാത്രമേ ഉള്ളൂ, 16 ആകെ. അതിന് 5 നന്നായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ക്രോസ് കയറില്ല. അയ്യോ ഒരു സെക്കൻഡ്. ചന്ദ്ര നീ എടുത്തിട്ടോ അപ്പോഴത്തേക്ക് ക്രോസ് കയർ പറ്റിയോട്ടെ. ഞാൻ മുഞ്ചിയേ ഗൈസ്, ക്രോസ് കയറല്ലേ എനിക്ക്.
ഞാൻ മുഞ്ചി ക്രോസ് എയറിന്റെ സാധനം റീഇൻസ്റ്റാൾ ചെയ്യണം എനിക്ക്. ഇല്ല അത് സെറ്റായി. വാ ചന്ദ്ര വാ, ഫയലിടണ അങ്ങോട്ട് പോകണം. എന്താടാ ഇപ്പൊ ചത്തേരെ. ഡ്രിങ്കിങ് ബർബൺ ഷുഗർ എന്തിനൊക്കെ കുടിച്ച് തീരാൻ പോണേ. ഇപ്പൊ ആരാ വന്ന ഇങ്ങോട്ട്? അതെ ഞങ്ങള് വണ്ടി എടുത്ത് പോവാ. വരുന്നോ? ആരെല്ലാം കേറുന്നോ? എന്തൊരു TDM മാർക്കിടാ ചന്ദ്ര. ഇതെന്താ റെഡ് കിടക്കുന്നേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മാർക്ക് കിടക്കുന്ന എന്താ? ഈ വൈൻവുഡ് ബോൾ ആണോ TDM? ഗലീലി ഒബ്സർവേറ്ററി, ഗലീലി ഒബ്സർവേറ്ററി 5020. അതെന്റെ ഹലോ. അവന്റെ അടുത്ത് പറഞ്ഞ അന്ന് പോയത് ഇന്ന് വന്നല്ലേ, ഭിത്തിയിലെടുത്തിരുത്തുന്നു കണ്ടി ഗ്യാങ് എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എവിടെ ഉണ്ട്? ഞാൻ TD എത്തിയിട്ടെണ്ണ അവന്മാര് പോയെണ്ണ. അതിന് പറയാനായിട്ട് ഒന്നുമില്ല എണ്ണ. ഞാൻ പറഞ്ഞ കണ്ടി ഗ്യാങ്ങിലിരുന്ന് വരെ പറഞ്ഞിട്ട് അവൻ മൈൻഡ് ചെയ്തില്ല. ഇറ്റ്സ് ഓക്കെ എന്ന് എന്നോട്. എടാ അമ്മര് പോയെന്ന് അണ്ണ എന്നെ സർപ്രൈസ് ചെയ്യുമ്പോൾ ബോണ്ട് പോകണോ ഇപ്പൊ നൈസായിട്ട്? ഇല്ലാണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞോ. ഇതല്ലേ ഈ ഗലീലി ഒബ്സർവേറ്ററി അല്ലേ ഇത്? അതന്നെ. നീ കാറിലാണെങ്കിൽ പറഞ്ഞോ. പറ. സർപ്രൈസിലാണോ? അല്ലല്ല സർപ്രൈസ് അല്ല. TDMനോട് അല്ല, എന്റെ അടുത്ത് സ്നൈപ്പാ പറഞ്ഞത്. KVയുടെ വണ്ടിയാണ്. കോമൺ വണ്ടിയോ? അവര് പിണങ്ങി പോയെന്ന്. ഒരു 5 ആർമർ ഉണ്ട്. ആർമർ നീ എടുത്തില്ല ഇതുവരെ? അകത്ത് പോയി? ഇല്ല, ഞാൻ വിചാരിച്ച തരുമെന്ന്. നിന്നോട് പറഞ്ഞിട്ടല്ലടാ വെളിയിൽ പോയേ. ഇല്ല അന്ന് അത് പറഞ്ഞ കേട്ടില്ല. 5 വണ്ടിക്കകത്ത് ഇട്ടാ? ആകെ 15 എണ്ണ 5 മതി. ഇഷ്ടം പോലെ ഉള്ളവന്മാരെ പിരികെ പോയ സ്ഥിതിക്കേ നമുക്കൊരു ഉണ്ണയെ കളിക്കാം. 1 കോടിക്കേ? അയ്യേ ഞാനില്ല. എന്നാ 1 കോടി എനിക്ക് വേണ്ട. ഇതാരെ പെലോടെ അടിയന്തിരം? ഇതാണ് അങ്ങേരുടെ വീട്. എന്റെ ഫോട്ടോ പോയാട്ടാ സ്ക്രീൻ ചെയ്ത്. എനിക്ക് നിങ്ങളെ കമന്റ് ലോഡ് ആവുന്നില്ല. ഒരു സെക്കൻഡ് നിങ്ങളെ കമന്റ് നടത്തോട്ടെ. അണ്ണാ അങ്ങോട്ട് പോയോ? എവിടേക്കുന്ന മന്ദാരം? നമ്മുടെ വണ്ടി എടുത്തോണ്ടോ? ടോക്കിയോ പോയാ കളിയാക്കിയെന്ന് പറഞ്ഞിട്ട് ടോക്കിയോ മറിയാനോ നോക്കിയല്ല പേര് കണ്ടാ? അണ്ണ അവന്മാരുടെ ലീഡർ ഒരു കണ്ടി എന്നവരെ പറഞ്ഞു. അവന്മാര് തിരിഞ്ഞു വരും നോക്കിയില്ല.
അവന്മാര് ഓക്കെ ബ്രോ ഇന്ന് പോയവന്മാരാണ്, ഇന്നാണ് സിറ്റി കയറണത് അവന്മാര് കള്ളന്മാര്. അയ്യോ ഇത് ഏത് gang? മറ്റേ കൈ വെച്ച് കൊടുത്താൽ പോലും കടിക്കൂല ഇപ്പൊ. ഇത് മറ്റേ ടോക്കിയോ മാഞ്ചി അമ്മാരാണോ? അത് അത് തന്നെ മറിയാനോ ഓക്കെ മറിയാനോ. എടാ ടി വി അല്ലാണ്ട് ടോപ്പ് 3 ഗാങ്സ് ഏതാണ് യുവർ ഒപ്പീനിയൻ? ബ്രോ കറന്റ് ടി വി അല്ലാണ്ട് എനിക്ക് നല്ല കൺപവർ ഉള്ള ഗാങ്സും അല്ലെങ്കിൽ നല്ല ഇതായിട്ടുള്ള ഗാങ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് KVA, പിന്നെ T47, സറാറെ. അല്ലെന്താ കോച്ചേ ഞാൻ വന്ന് ഒരിടത്തില്ല. നിങ്ങളാണോ? ബെല്ലാരി ഉണ്ട്. ബെല്ലാരി ഇപ്പം ഞാൻ ഇപ്പൊ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ സിറ്റിയിൽ ഇപ്പൊ ആക്റ്റീവ് അല്ല ബെല്ലാരി. അതുകൊണ്ടാണ് ഞാൻ ഈ സിറ്റിയിലെ കാര്യമാണ് പറഞ്ഞത്, മൊത്തത്തിൽ കമ്മ്യൂണിറ്റിയിലെ കാര്യമൊന്നും അല്ലേ പറയണേ. ഇവിടുത്തെ 3 പേര് മാസൊന്നും ഇപ്പൊ ഇവിടെ കളിക്കുന്നില്ലല്ലോടാ.